ബണ്ണി എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച് ഡ്രാമയൊക്കെ ഉള്ളത്. ഇപ്പൊ TCPയോട് ഒരു കഥ പറയുന്നുണ്ട് അദ്ദേഹം, ആദ്യമായിട്ട് ഹൻസിക്കാൻ എങ്ങനെയാണ് കണ്ടുപിട്ടിയെന്നുള്ളത്. അതൊരു സിനിമയുടെ റെഫറൻസ് വെച്ചാണ് പുള്ളി ഫുൾ കഥ പറയുന്നത്. അവിടെ തന്നെ ഒരു അഭിനയമുണ്ട്, ഈ മുകേഷ് ഏട്ടനൊക്കെ പണ്ട് ചെയ്തിരുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഇതിന് നേരെ ഒരു പോളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ക്ലൈമാക്സിൽ എന്റെ മധുപതി എന്ന് പറഞ്ഞ ബ്ലഡിൽ കുടിച്ചു നിൽക്കുന്ന എന്റെ മധുപതി എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് പാടിക്കഴിഞ്ഞാൽ ഇപ്പൊ കാദർസാറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ് കറക്റ്റ് സിങ്ക് ആണ് അല്ലു അർജുന്റെ ഇന്റർവെല് വരെ എന്നുള്ളത്. അതൊന്ന് അങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ അത് വലിയ ട്രോളായേനെ, പക്ഷെ അത് കറക്റ്റ് മീറ്ററിൽ ചെന്ന് വീടും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു ശ്രമകരം ആര്യ വെച്ച് ഹാപ്പിയിലേക്ക് എത്തുമ്പോ കുറച്ചുകൂടി ഡ്രാമ കൂടുതലാണോ വോയിസ് ആക്ടർ? അപ്പൊ എന്തായിരുന്നു ഏറ്റവും ശ്രമകരമായിട്ടുള്ളത്? ഈ ഹാപ്പിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഇദ്ദേഹത്തിന് ഒരു ഓഡിയൻ ഉണ്ടെന്നുള്ളതും ഈ സിനിമ കുറെ കൂടെ ആൾക്കാർ കാണും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് എന്ത് കലാസൃഷ്ടിയാണെങ്കിലും ഒരു ഓഡിയൻസ് അത് കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ വോൾ ഹാർട്ടഡ്ലി ചെയ്യും. ഭയങ്കര സന്തോഷത്തോടെ എത്ര ടേക്ക് പോയാലും പ്രശ്നമില്ല. ആര് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു. കാരണം ഇത് പെർഫെക്ഷനിസ്റ്റാ ഭയങ്കര. എത്ര ടേക്ക് പോയാലും പുള്ളിക്ക് ഓക്കെ ആവുമ്പോഴാണ് പുള്ളി ഇവിടെ തീർക്കുമ്പോഴല്ലോ. പക്ഷെ നമ്മള് ഹാപ്പിയിലൊക്കെ എത്തുന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് സെറ്റായി. ഓക്കെ എന്ത് പറയുന്നു, അത് അത്രയും ടെക്സ്റ്റ് പോയാലും കുഴപ്പമില്ല എന്നുള്ളതൊക്കെ. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും ഇത് ഓർഡറിലല്ല ഡബ് ചെയ്യാറുള്ളത്. ഒരിക്കലും ഓർഡർ ഇന്റർവെൽ ഇപ്പോഴും അതെ. പുഷ്പയാണെങ്കിൽ പുഷ്പയൊക്കെ ഫസ്റ്റ് ഹാഫ് ആദ്യം വരും, സെക്കൻഡ് ഹാഫ് ഒരു മാസം കഴിഞ്ഞിട്ട് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല, ഒരുമിച്ച് സിനിമ വന്നിരുന്ന ഈ കാലത്ത് സെക്കൻഡ് ഹാഫ് മുതലാണ് ഞാൻ ഡബ് ചെയ്യാറ്, തിരിച്ച് ഫസ്റ്റ് ഹാഫിലേക്ക് വരും, അങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഓർഡറിലാണ്. അപ്പൊ ഇത് പല സീനും വരെ തിയേറ്ററിൽ കാണുമ്പോൾ വർക്കൗട്ടായി എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലെ. ഭയങ്കര അല്ലാതെ ഒരു ഞാൻ പറയട്ടെ, ഇപ്പൊ കൂടിപ്പോയാൽ ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസമാണ് ഈ സമയം എടുക്കുക ഇത്രയും ഡബ് ചെയ്യുന്നത്.